ഹായ് ഓൾ, എല്ലാവർക്കും സൈലത്തിന്റെ IT വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന പബ്ലിക് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന സൺക്ലോക്ക് എന്ന പാഠഭാഗം എങ്ങനെയാണ് പ്രാക്ടിക്കലായി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സൺക്ലോക്കിന് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 2 ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് പറഞ്ഞത് നോക്കൂ, 2022 ഡിസംബർ 22 സൂര്യന്റെ സ്ഥാനം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നിരീക്ഷിക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. ആവശ്യമായിരിക്കുന്ന സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക, അതായത് നമ്മുടെ ടൈം സോൺ നമ്മൾ പ്രദർശിപ്പിക്കണം. രണ്ടാമത്തേത്, പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കണം. അതായത് ഇവിടെ ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 2022 ഡിസംബർ 22 എന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് വാല്യൂ മാറ്റി ഈ ഒരു ഡേറ്റിലേക്ക് നമ്മൾ ആ ഒരു ക്രമം വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക. നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും പ്രദർശിപ്പിക്കാനുള്ള കീ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺക്ലോക്ക് ജാലകത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഹിന്റുകൾ അവിടെ തന്നിരിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുക. ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡറിലാണ് വരിക. അവിടെ നിന്നും ആ ഫയലിനെ കോപ്പി ചെയ്ത് നമ്മുടെ എക്സാംഡൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം അതിനെ റീനെയിം ചെയ്യുക. അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പർ, ആ രജിസ്റ്റർ നമ്പർ നൽകിക്കൊണ്ട് നമുക്ക് അവിടെ റീനെയിം ചെയ്യണം. ഇതാണ് സൺക്ലോക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഇതേപോലെയുള്ള മറ്റു ചോദ്യമുണ്ട്, അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുക എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സൺക്ലോക്ക് തുറക്കുന്ന ക്രമം എല്ലാവരും നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ സൺക്ലോക്ക് സോഫ്റ്റ്വെയറിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സൺക്ലോക്കിനകത്ത് ഒരുപാട് ടൂളുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ആ ടൂളുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എനിക്കറിയുന്നതാണ് എന്തൊക്കെയാണ് ആ ടൂളുകളെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഓരോ ടൂളുകളും എന്തിനൊക്കെ വേണ്ടിയാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്കറിയാം, പ്രോഗ്രസ് വാല്യൂ മാറ്റുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും 3 കീകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കൂ, ABG എന്ന് പറയുന്നവയാണ് നമ്മൾ പ്രോഗ്രസ് വാല്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് A എന്ന് പറയുന്നത് ടൈം ഫോർവേഡ് ആണ്, സമയത്തെ മുന്നോട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ A എന്ന് പറയുന്ന കീ ഉപയോഗിക്കുന്നത്. B എന്ന് പറയുന്നത് ടൈം ബാക്ക്വേർഡ് ആണ്, നമുക്ക് സമയത്തെ പിറകോട്ട് ക്രമീകരിക്കാൻ കഴിയും. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, G എന്ന് പറയുന്നത് പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സമയത്തെ നമുക്ക് 1 മിനിറ്റ്, 1 ദിവസം, 7 ദിവസം, എങ്ങനെ അതേപോലെ 30 ദിവസം, ഈ ക്രമത്തിൽ നമുക്ക് ഇങ്ങനെ അതിനെ മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ ആ 3 കീകൾ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. A എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനും, B എന്ന് പറയുന്നത് ബാക്ക്വേർഡ് വരാനും, G എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനും. അതേപോലെ നോക്കൂ, പിന്നെ പറയുന്നു നൈറ്റ്, അതേപോലെ ടോഗിൾ, സൺ, മൂൺ എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് കാണാനും ഒഴിവാക്കാനും വേണ്ടി നമ്മൾ N എന്ന് പറയുന്ന ഒരു കീ ഉപയോഗിക്കുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അതേപോലെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ Y എന്ന് പറയുന്ന കീയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം പറയുന്നത് സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുന്നതിനുള്ള കീ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. സമയമേഖലകൾ അടയാളപ്പെടുത്തി വേൾഡ് മാപ്പ് പ്രദർശിപ്പിക്കാൻ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്, നമ്മുടെ ആശ്ചര്യം എന്നുള്ള ഒരു കീ നമുക്ക് പ്രസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള സ്പേസ് ബാർ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സമയമേഖലാ ഭൂപടം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ടൂളുകൾ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സൺക്ലോക്ക് ചോദ്യങ്ങളെ നേരിടാനാവും. അതേപോലെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ 2 കീകളാണ്, M, T എന്നീ കീകൾ. M എന്ന് പറയുന്ന ഒരു ടോഗിൾ മെറിഡിയൻ ആണ്, നമുക്ക് രേഖാംശ രേഖകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ M എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതേപോലെ T എന്ന് പറയുന്നത് അക്ഷാംശ രേഖകളെ പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി പറയാം, M എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡൽ ലൈൻസ് പ്രദർശിപ്പിക്കാനും, അതേപോലെ T എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിനെ പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു കീകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നല്ലതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് തുറക്കുന്നതെന്ന് ഒരിക്കൽ കൂടി പറയാം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തുള്ള മെനു ബാർ കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്ക്രീനിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾ ബോക്സ് നമുക്കവിടെ, ആ മെനു ബോക്സ് നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാപ്പിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടത്. ആദ്യം ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്,
സൺ ക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കീ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ എന്നുള്ള ആസ്റ്ററി ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒരു കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സമയമേഖല ഭൂപടം പ്രദർശിപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസ് വാല്യൂവിൽ നമുക്ക് മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ നമുക്ക് കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതായത് 2022 ഡിസംബർ 22 നമുക്ക് പോകണം. ഓക്കെ, ഇപ്പോൾ 2023 സമയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 കീകൾ കാണാൻ കഴിയും, ABG എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ കഴിയും പ്രോഗ്രസ് വാല്യൂ ഈക്വൽ ടു 1 മിനിറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2022 ഡിസംബർ 22 അപ്പം നമുക്ക് പിറകോട്ടാണ് നമുക്ക് ഇതിൽ നിന്നും സമയം മാറ്റം വരുത്താനുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 1 മിനിറ്റ് ആണ്, വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് 1 ഹവർ എന്നുള്ള പ്രോഗ്രസ് വാല്യൂവിലേക്ക് മാറും. അപ്പം ഒരു മണിക്കൂർ വീതം നമുക്ക് മുന്നിലേക്കും പിറകിലേക്കും മാറാൻ കഴിയും. അതിനുശേഷം ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം 7 ഡേയ്സ്, അതിനുശേഷം 30 ഡേയ്സ്. നമുക്കൊരു മാസം വെച്ച് മുന്നോട്ടും പിറകിലേക്കും ഡേറ്റ് മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ്. ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 2023 ഫെബ്രുവരി 12 എന്നുള്ള ഡേറ്റിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡിസംബറിലേക്കാണെങ്കിൽ നമുക്ക് പിറകോട്ടാണ് പോകേണ്ടത്. അങ്ങനെ പിറകോട്ട് പോകാൻ നമുക്കറിയാം B എന്ന് പറയുന്ന കീ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ Bയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം നേരത്തെ ഫെബ്രുവരി ഉണ്ടായിരുന്നത് ഇപ്പോൾ ജനുവരി മാസത്തിലേക്ക് മാറി. ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസംബർ മാസത്തിലേക്ക് പോകും. നോക്കൂ, ഡിസംബർ 2022 എന്ന വാല്യൂയിലേക്ക് വന്നു അല്ലേ. ഇനി നമുക്ക് പോകേണ്ടതാണ് കൃത്യമായ ഡേറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ 14 ആണല്ലോ, നമുക്ക് എങ്ങോട്ട് പോകണം, ഡിസംബർ 22 പോകണം. അപ്പൊ ഡേറ്റ് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. അപ്പൊ 14 നിന്ന് മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, പ്രോഗ്രസ് വാല്യൂ 1 ഡേ എന്നതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ പ്രോഗ്രസ് വാല്യൂ മുന്നോട്ട് ഫോർവേഡിലേക്ക് പോകും. അപ്പോൾ വീണ്ടും നമ്മൾ പ്രോഗ്രസ് വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ 1 മിനിറ്റ് ആണ്. ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്തു 1 അവർ, ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് 1 ഡേ എന്നതിലേക്ക് മാറി. ഇനി നമുക്ക് ഡേറ്റ് മുന്നോട്ടാണ് പോകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ മുന്നോട്ടുള്ള A എന്നുള്ള കീ നമുക്ക് അമർത്താം. അപ്പോൾ 14, 15, 16 ഇങ്ങനെ ഏതാണോ ഡേറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ചോദ്യത്തിൽ പറയുന്ന ആ ഡേറ്റിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു 2022 ഡിസംബർ 22 നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ഡേറ്റിലേക്ക് നമ്മൾ മാറ്റി. ഇപ്പോൾ പറഞ്ഞ 2 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. മൂന്നാമത്തേത് ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക, സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കീ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതാണ് കീ നിങ്ങൾക്ക് അറിയുന്നതാണ്. Y എന്ന് പറയുന്ന കീയിലാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ Y എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാപ്പിനകത്ത് ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഡേ ഉള്ള ഭാഗത്ത് സൂര്യനെയും ചന്ദ്രനെയും പ്രദർശിപ്പിക്കാൻ കഴിയും. മറ്റു കാര്യങ്ങളൊന്നും നോക്കാനില്ല. ആ Y എന്നുള്ള കീയിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ഏരിയയാണ് സൺ ക്ലോക്ക്. ഇനി നോക്കൂ, പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺ ക്ലോക്ക് ജാലകത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. കുട്ടികളോട് മാറിപ്പോവരുത്. എന്താണ് അക്ഷാംശ രേഖ, രേഖാംശ രേഖ എന്നുള്ളത് മാറിപ്പോവാൻ പാടില്ല. നോക്കൂ, അക്ഷാംശ രേഖകൾക്ക് വേണ്ടി T എന്ന് പറയുന്ന കീയും രേഖാംശ രേഖകൾക്ക് വേണ്ടി M എന്ന് പറയുന്ന കീയാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ T എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. T എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷാംശ രേഖകളെ ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിയും. ഇത്രയും മാത്രം നമുക്ക് ചെറിയ കീകൾ മാത്രമേ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ടുള്ളൂ. ആ പാഠം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സൺ ക്ലോക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഇത് സേവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നു കീബോർഡിനകത്ത് പ്രിന്റ് സ്ക്രീൻ എന്നുള്ള കീ ആണ് നിങ്ങൾ അമർത്തേണ്ടത്. നിങ്ങൾക്ക് ബാക്ക് സ്പേസിന് മുകളിലായിട്ട് അവിടെ പ്രിന്റ് സ്ക്രീൻ അല്ലെങ്കിൽ PRTSC എന്ന് എഴുതിയിരിക്കുന്ന ഒരു കീ കാണാം. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് പോലെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ വിൻഡോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കീബോർഡിനകത്തുള്ള പ്രിന്റ് സ്ക്രീൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു വൈറ്റനിങ് വരും. അപ്പോൾ അതൊരു പിക്ചർ പോലെ നിങ്ങളുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സേവ് ആവും. അവിടെ പിക്ചേഴ്സിൽ പോയിട്ട് നമുക്ക് ആ ഒരു ചിത്രത്തെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി പ്ലേസസിലെ പിക്ചേഴ്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫയലുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടായിട്ട് അവിടെ കാണാൻ കഴിയും. അതിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയലിനെ കോപ്പി എടുക്കുകയാണ്. നമുക്ക് എവിടേക്കാണ് വേണ്ടത്, ഹോമിലെ എക്സാംഡൻ എന്ന ഫോൾഡറിനകത്തേക്ക് വരുന്നു. ഇവിടെ വന്ന ഈ വിൻഡോയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നമുക്ക് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ആവും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിന് റീനെയിം ചെയ്യണം. നമ്മളുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ചാണ് റീനെയിം ചെയ്യേണ്ടത്. റീനെയിം ചെയ്യാൻ വേണ്ടി ഫയലിന് മുകളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ _
ക്വസ്റ്റ്യൻ നമ്പർ നൽകിയതിന് ശേഷം റീനെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് ആ ഒരു പ്രവർത്തനം സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് സൺക്ലോക്കിൽ നിന്നുള്ള ചോദ്യം വന്നിരിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ, 2023 ഏപ്രിൽ 14 ചെന്നൈയിൽ മദ്രാസിൽ പകൽ 12 മണിയാകുമ്പോഴുള്ള സൂര്യന്റെ സ്ഥാനം നമുക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ കാണണം. അതിന് ഹോമിലെ എക്സാം തന്നെ അകത്തേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന സൂചനകൾ അവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് മദ്രാസ് സെലക്ട് ചെയ്യണം. രണ്ടാമത്തേത് പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കണം. അതിനുശേഷം സൂര്യനെ ദൃശ്യമാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം എക്സ്ട്രാ നമ്മൾ പഠിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു പ്രത്യേക സ്ഥലത്തെ സമയം കണക്കാക്കുക. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സൺക്ലോക്കിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൃത്യമായ ചോദ്യം നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കാം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക് എന്നുള്ള ക്രമത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ തുറക്കുന്നു. അതിനുശേഷം മെനു ലഭിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കണം. നമുക്കറിയാം ഏത് കീയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ആശ്ചര്യ ചിഹ്നം അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാം. രണ്ടാമത് നമ്മളോട് പറയുന്നു മദ്രാസ് സെലക്ട് ചെയ്യണം, അല്ലേ? ഇപ്പം നമുക്കറിയാം മദ്രാസ് എന്ന് പറയുന്നത് വേൾഡ് മാപ്പിൽ ഇന്ത്യയുടെ ഭാഗത്താണ് വരുന്നത്. പ്രധാനമായിട്ടും 5 സ്ഥലങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചു വെക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്ന് കാണാൻ കഴിയും നമുക്ക്, ബോംബെ എന്ന് പറയുന്നതാണ് ഒരു പോയിന്റ്, അല്ലെ? ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ് ബോംബെ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കൽക്കത്ത. ഇതൊക്കെ നമ്മൾ ടൈം സോണിനെ അടിസ്ഥാനമാക്കി പറയുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ ന്യൂഡൽഹി, ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മദ്രാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിന് തൊട്ടടുത്തൊരു സ്ഥലമായിരിക്കുന്ന മദ്രാസ്, ഈ താഴെ ഭാഗത്തേക്ക് ഇവിടെ ഒരു പോയിന്റ് കാണാൻ കഴിയും. ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തെ സമയമാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത് നോക്കൂ, പ്രോഗ്രസ് വാല്യൂവിൽ മാറ്റം വരുത്തണം. ഏപ്രിൽ 14 എന്ന തീയതിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പകൽ 12 മണിയിലേക്കാണ് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഫെബ്രുവരി 12, 2023 ആണ്. നമുക്ക് പോകേണ്ടത് ഏപ്രിൽ 14 എന്ന മാസത്തിലേക്കാണ്. അപ്പോൾ മാസം മുന്നോട്ടാണ് പോകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂ 1 ഡേ എന്നുള്ളത് മാറ്റി നമുക്ക് 30 ഡേയ്സ് എന്നാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വേണ്ടി എ എന്നുള്ള കീ ഉപയോഗിക്കാം, അല്ലേ? ABG, ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നമുക്ക് വാല്യൂ മുന്നോട്ട് പോകാനാണ്. നമ്മൾ മാർച്ച്, ഏപ്രിൽ എന്ന ഡേറ്റിലേക്ക് വന്നു. ഡേറ്റ് ഏപ്രിൽ 14 ആണ്. നമുക്ക് ഇവിടെ ഏപ്രിൽ 13 ആയിട്ട് വരും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രസ് വാല്യൂ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു. 1 ഡേ ആക്കിയതിന് ശേഷം ഒരു ഡേറ്റ് കൂടി മുന്നോട്ട് പോകുന്നു. ഇവിടെ സമയം നോക്കൂ, 11:21 ആണുള്ളത്. നമുക്ക് 12 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പ്രോഗ്രസ് വാല്യൂ എന്നുള്ളത് 1 ഹവർ എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് ഉപയോഗിച്ച് 11:22 ആണ്, അല്ലേ? മിനിറ്റുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഡേറ്റിലേക്ക് 12 മണിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എത്രയാണോ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, 12 മണിയിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ 12 മണിക്ക് 2023 ഏപ്രിൽ 14 മദ്രാസിലെ ടൈം സോണാണ് നമ്മളിപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഒഴിവാക്കാനും അതേപോലെ കാണിക്കാനുള്ള കീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Y എന്നുള്ള കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനങ്ങൾ കാണിക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ ഈ കീകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. നിങ്ങൾക്കറിയാം കീബോർഡിൽ നമ്മൾ പ്രിന്റ് സ്ക്രീൻ അമർത്തുന്നു, ആ സ്ക്രീൻഷോട്ട് വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ഉപയോഗിച്ച് ഹോമിലെ പിക്ചേഴ്സിൽ നിന്നും കോപ്പി ചെയ്ത് നമ്മുടെ എക്സാംടൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ സൺക്ലോക്കിനെ കുറിച്ച് മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ ഗ്രൂപ്പ് 1ലോ ഗ്രൂപ്പ് 2ലോ വരുന്ന ഈ ഒരു ചോദ്യത്തെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ് മനസ്സിലാക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഓക്കെ, താങ്ക് യു.